വഞ്ചനയില്ല, വിശ്വാസത്തിൽ അവന് ശക്തിയുണ്ട്. വിശ്വാസം അത് അവൻ്റെ ഒരു വാഹനമാണ്. വിശ്വാസത്തിൽ അവൻ ജീവിക്കുന്നത്, വിശ്വാസത്തിൽ അവൻ സഞ്ചരിക്കുന്നത്. ആമേൻ. ഒരു സ്തോത്രം പറ. ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ യൂത്തിൻ്റെ മീറ്റിങ്ങിൽ പിള്ളേരോട് ഞാൻ പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും ഒരുപോലെ വളരണം. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിലാണ് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ കൃപയിൽ യേശു വളർന്നു എന്നാണ് പറഞ്ഞത്. യേശു വളർന്നു. ശാരീരികമായിട്ട് യേശുവിന് നല്ലൊരു വളർച്ച ഉണ്ടായി. കണ്ടോ, ജ്ഞാനത്തിലും വചനപരമായിട്ട് യേശുവിനൊരു വളർച്ച ഉണ്ടായി. കണ്ടോ, ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപയിൽ വളർന്നു. ഒന്ന് പറഞ്ഞ കൃപയിൽ വളരുക, വചനത്തിൽ വളരുക. അപ്പൊ ജ്ഞാനത്തിലും വളർച്ചയിലും, വളർച്ച കാണുന്നത് പുറമേ കാണുന്നത്, ജ്ഞാനം അകമയാ വെളിപ്പെടുന്നത്. ഒരു സ്തോത്രം പറഞ്ഞേ അല്ലേ? ഇവിടെ ഇരിക്കും നിങ്ങളെല്ലാം പുറമേ കാണും. നിങ്ങൾക്ക് പുറമേ വളർച്ച ഉണ്ടാകുമ്പം, ഞാനിങ്ങനെ പറയാണ്, പുറമേ വളർച്ച ഉണ്ടാകുമ്പോൾ അപ്പനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ്. ഇവൻ 6 അടി അല്ലെങ്കിൽ 5 അടി, യേശു 6 അടി വളർന്നു പുറമേ. അപ്പോൾ തന്നെ യേശു 6 അടിയിലും പിതാവിനോടും അകമേ വളർന്നു. മനസ്സിലായത്? 30-ാമത്തെ വയസ്സായപ്പോഴത്തേക്ക് യേശുവിന് ഭയങ്കര ചേഞ്ചാ. വിശ്വാസം അങ്ങനെ വളരണം. വിശ്വാസം ക്രിസ്തുവിൽ അങ്ങ് വളരണം. ക്രിസ്തു എന്ന തലയോളം വളരണം. ക്രിസ്തു നിങ്ങളിൽ വളരണം. വിശ്വാസം നിങ്ങളിൽ വളരണം. ആമേൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവം തരുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? സ്തോത്രം. ആമേൻ. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അതിന് പ്രത്യേകം ഇതൊന്നും വേണ്ട, വിശ്വാസം മതി. അപ്പം നിങ്ങളൊരു നിങ്ങൾ വളർന്നാൽ നിങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് നിങ്ങളെ പ്രയോജനപ്പെടുത്തും.